കഴിഞ്ഞ ദിവസം എടുത്ത ജോബ് പോസ്റ്റിങ്ങിന്റെ കോസ്റ്റ് സെന്ററിന്റെ ഒരു കണ്ടിന്യൂഷൻ എടുക്കും. ഇന്നലെ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസിലെ ഒരു അപ്ഡേറ്റിന് ശേഷം അത് കംപ്ലീറ്റ് ഡാർക്ക് മോഡിലേക്ക് ആയിപ്പോയി. ഇപ്പൊ സ്വിച്ച് മോഡ്സ് കൊടുക്കുമ്പോൾ ഈ പേജിന്റെ മാത്രം കളർ വന്നു. അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂഷൻ എടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു കോസ്റ്റ് സെന്റർ എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. കോസ്റ്റ് സെന്റർ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസ് ഉണ്ട്, അതിനെ സബ് ഡിവിഷൻ വരികയാണെങ്കിൽ എങ്ങനെ അത് അലോക്കേറ്റ് ചെയ്യും, അക്കൗണ്ടിങ് ചെയ്യും. അതായിരുന്നു കോസ്റ്റ് സെന്ററിൽ ചെയ്തത്. ഇനി ഈ കോസ്റ്റ് സെന്റർ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മെയിൻ ആയിട്ട് വല്ല കൺസ്ട്രക്ഷൻ കമ്പനി പോലുള്ള കമ്പനീസിൽ പല പല സൈറ്റിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ ഓരോ സൈറ്റ് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നൊക്കെ അറിയാനായിട്ട് ഈ കോസ്റ്റ് സെന്റർ യൂസ് ചെയ്യാം. അതേ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് സെന്ററിൽ കുറച്ച് ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകും. ഇവിടുത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുക, ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആകെ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ഇതിലുള്ളൂ. ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നത് അല്ല, 2 ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ദിവാൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ പാർട്ടിയുടെ ചെയ്യുന്നത് 2 ഐറ്റംസ് പറഞ്ഞാൽ സിമെന്റും സ്റ്റീലും. ഇതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോ ഈ ഒരു കമ്പനിയുടെ ജോബ് എന്ന് പറയുന്നത് ബിൽഡിങ്സ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ട് പല മെറ്റീരിയൽ വേണം. സിമെന്റ്, സ്റ്റീല്, അയൺ, അങ്ങനെ കുറെ സാധനങ്ങൾ വേണം. നമ്മളിപ്പോ ഇവിടെ എടുക്കുന്നത് സിമെന്റ്, സ്റ്റീൽ ഇത് വെച്ചിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം. റിയൽ ലൈഫിൽ ഇതിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ടാവും. പക്ഷെ എല്ലാ കമ്പോണൻസും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ സമയമില്ല. ഓക്കെ, തൽക്കാലം ഇപ്പൊ നമുക്ക് 2 കമ്പോണൻസ് വെച്ചൊരു ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നുള്ള അസംഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. കമ്പനിയുടെ പേര് ജോബ് പോസ്റ്റിംഗ് അല്ല, AR ബിൽഡേഴ്സ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളപ്പോ ഇന്ന് ഈ ഒരു ടാസ്കും കഴിഞ്ഞ ദിവസത്തെ പെൻഡിങ്ങിന്റെ കഥ തീർത്തുള്ളൂ. ഇന്നലെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, അതൊക്കെ തീർക്കാം. കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആക്ടിവേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ആക്ടിവേഷൻ ആയിരുന്നു കോസ്റ്റ് സെന്റർ. കോസ്റ്റ് സെന്റർ ഇവിടെയാണ് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് യെസ് ആക്കുക. എനേബിൾ കോസ്റ്റ് സെന്റർ എന്നുള്ള ഫീച്ചർ ഒന്ന് യെസ് ആക്കുക. പറ്റും. പിന്നെ ഈ ഇവിടെ കമ്പനി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ F11 ഫീച്ചർ എന്നുള്ള ഇവിടെ പോയി കഴിഞ്ഞാൽ മാറ്റാം. സ്ക്രീനിന്റെ സെറ്റിംഗ്സ് F12ഉം കമ്പനി സെറ്റിംഗ്സ് F11. അല്ലെങ്കിൽ കണ്ടോ, ഇവിടെ നിന്ന് മെനുന്ന് F11 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെനുവിലേക്ക്. ഓൾറെഡി ആ മെനുവിലായതുകൊണ്ടാണ് അത് ഡിസേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കോസ്റ്റ് സെന്റർ യെസ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, ഇപ്പോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പർച്ചേസ് അല്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഇതിലിപ്പോ ഈ സ്ക്രീൻഷോട്ടിൽ ആദ്യം എനേബിൾ ചെയ്തിട്ടില്ല, നമുക്ക് പിന്നീട് പോയി എനേബിൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടി നോക്കാം. തൽക്കാലം ഇതൊന്ന് ഡിസേബിൾ ചെയ്തു. കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. GST ഡിസേബിൾ ചെയ്തിടാം. ഇപ്പൊ നമ്മൾ GST ചെയ്യുന്നില്ലല്ലോ. GST ഒന്ന് ഡിസേബിൾ ചെയ്തിടാം. സേവ് ചെയ്തു. ഇനി ഇതിൽ പറയുന്ന പോലെ ഫസ്റ്റ് ഒരു പർച്ചേസ് ട്രാൻസാക്ഷൻ ആണ്. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ലെഡ്ജർ ഒന്നും ക്രിയേറ്റ് ചെയ്യാനില്ല. അപ്പൊ അതൊക്കെ സേവ് ചെയ്യാം. ഇനി പർച്ചേസ് വൗച്ചറിലേക്ക് പോവാം. വൗച്ചർ പർച്ചേസ്
ഡേറ്റ് 1 ഏപ്രിൽ 2024 കമ്പനി ദിവാൻ ആൻഡ് കമ്പനി എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഐറ്റംസ് മേടിക്കുന്നു. പുതിയ പാർട്ടിയാണ്, അപ്പോൾ പാർട്ടി ക്രിയേറ്റ് ചെയ്യാം. ദിവാൻ ആൻഡ് കമ്പനി സൺട്രി ക്രെഡിറ്റർ സേവ് ചെയ്തു. നെക്സ്റ്റ് പർച്ചേസ് ലെഡ്ജറും ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് കമ്പനിയിലുള്ള ഐറ്റംസ് ആണ് സിമെന്റ്, സ്റ്റീൽ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സിമെന്റും സ്റ്റീലും മേടിക്കാൻ പോകും. അപ്പോൾ സിമെന്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. സിമെന്റ് യൂണിറ്റ് ഇപ്പോൾ ഓക്കെ, കിലോഗ്രാം എന്നുള്ള യൂണിറ്റ് കൊടുക്കുക. കിലോഗ്രാം ഇവിടെ ഇപ്പോ ഡെസിമൽ പോയിന്റ് കൊടുത്തില്ലേലും കുഴപ്പമില്ല, കാരണം നമ്മള് 1.5 കിലോ സിമെന്റ് ഒന്നും മേടിക്കുന്നില്ല. എന്നാലും റിയൽ ലൈഫിൽ കിലോഗ്രാമിന് 3 ഡെസിമൽ പ്ലേസ് ആണ്. 100 കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി അത് കൊടുത്തില്ലെങ്കിലും ഈ സിറ്റുവേഷനിൽ വേറെ എററും പ്രശ്നങ്ങളൊന്നും വരില്ല. അങ്ങനെ സിമെന്റിന്റെ മെയിൻ യൂണിറ്റ് കിലോഗ്രാം എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്നുള്ളൊരു കാര്യം എന്റെ സ്ക്രീനിൽ കിടപ്പുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിലും വരികയാണെങ്കിൽ ഇത് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. നമ്മൾക്ക് വേറൊരു എക്സസൈസിൽ ഈ ഒരു ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. തൽക്കാലം ഇപ്പൊ സിമെന്റ് യൂണിറ്റ് കിലോഗ്രാം കാര്യം കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്യാം. 500 കിലോ സിമെന്റ് 300 രൂപ. 500 300. നെക്സ്റ്റ് ഐറ്റം സ്റ്റീൽ, അതും കിലോഗ്രാം എന്നുള്ള യൂണിറ്റ് വെക്കാം. 10,000 യൂണിറ്റ് 70 രൂപ. 70. അങ്ങനെ രണ്ടും കൂടി 8,50,000 ബില്ലായിട്ടുണ്ട്. 8,50,000. ഇനി എല്ലാ മെറ്റീരിയൽസും മെയിൻ ഗോഡൌൺ എന്നുള്ള ഗോഡൌണിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ ഗോഡൌൺ ഇത് ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഗോഡൌൺ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് അത്രയും കാര്യം കൊടുത്തുള്ളൂ. ഗോഡൌൺ എന്നുള്ള കാര്യം ഇവിടെ വന്നിട്ടില്ല, കാരണം ഗോഡൌൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള. ഇനി ഇവിടെ വെച്ച് ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോട്ടൂല് പോയി ചെയ്താൽ മതി. അതായത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേജ് ഇത്രയും ചെയ്തത് എസ്കേപ്പ് ചെയ്തിട്ട് പോകും. അതിനേക്കാൾ നല്ല ഗോട്ടു കൊടുക്കുന്നതാണ്. ഗോട്ടു ഇവിടെ ക്രിയേറ്റ് മാസ്റ്റർ ഗോഡൌൺ ഉണ്ട്. ക്രിയേറ്റ് മെയിൻ ഗോഡൌൺ എന്നുള്ളൊരു ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഓരോ ഐറ്റത്തിനും ആ ഗോഡൌൺ ആഡ് ചെയ്യുക. മെയിൻ ഗോഡൌണിൽ 500. അങ്ങനെ 8,50,000 ബില്ലായിട്ടുണ്ട്. സേവ് ചെയ്യുക. ഈ ഐറ്റംസ് നമ്മൾ ഇവിടെ മേടിച്ചു വെച്ചിട്ടുള്ളത് ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ടാണ്, അല്ലാതെ മറിച്ച് വിൽക്കാനായിട്ടില്ല. സാധാരണ നമ്മൾ സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ട് സെയിൽ ചെയ്യും. ഇതിപ്പോ നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഈ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുള്ളത് ഒരു ബിൽഡിംഗ്, കെട്ടിടം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് 3 സൈറ്റിലേക്കായിരിക്കും. ആ സൈറ്റിന്റെ ഇൻഫോർമേഷൻ ഒക്കെ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അങ്ങനെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇവിടെ കഴിഞ്ഞു. മെയിൻ ഗോഡൌണിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി 2 ഏപ്രിൽ 2024 ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കമ്പനി 3 കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്. ആ 3 കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കും ഇപ്പോ എല്ലാ സാധനങ്ങളും മേടിച്ചു വെച്ചിട്ടുള്ള മെയിൻ ഗോഡൌണുകളാണ്. അവിടെ നിന്ന് 3 സൈറ്റിലേക്ക് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോ 3 പ്രൊജക്റ്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് 3 ഗോഡൌൺ ഉണ്ടാവും 3 സൈറ്റിലായിട്ട്. ആ 3 ഗോഡൌണിലേക്ക് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇവിടെ ഏതൊക്കെ സൈറ്റിലേക്കാണ്? എറണാകുളം, കോഴിക്കോട്, വയനാട് 3 സൈറ്റാണ് നമുക്കുള്ളത്. ആ 3 സൈറ്റുകളിലേക്കും സാധനങ്ങൾ നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ മേടിച്ചു വെച്ച സാധനങ്ങളിൽ ഓരോന്നും, അതായത് ഇപ്പോ 10,000 കിലോഗ്രാം സ്റ്റീലൊക്കെ ഉള്ളത് അതിങ്ങനെ ഓരോ സൈറ്റിലേക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോകും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമുക്ക് ഗോഡൌൺ വേറെ ക്രിയേറ്റ് ചെയ്യണം. നിലവിൽ ഇപ്പോൾ മെയിൻ ഗോഡൌൺ എന്നുള്ളൊരു ഗോഡൌൺ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ.
അപ്പൊ എക്സ്ട്രാ എറണാകുളം ഗോഡൌൺ, കോഴിക്കോട് ഗോഡൌൺ, വയനാട് ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഇവിടെ പറയുന്ന കാര്യം, കോസ്റ്റ് സെന്ററുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സെറ്റിംഗ് കോൺഫിഗർ ചെയ്യണം. എന്നാലേ നമുക്ക് ഓരോ സൈറ്റിലും ഇനിയും പണിയെടുക്കാൻ പോവുകയാണ്. ഓരോ സൈറ്റിലും ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കോസ്റ്റ് സെന്ററും എക്സ്ട്രാ ഇന്നിപ്പോ ചെയ്യേണ്ടത് ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സെറ്റിംഗ് കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റ് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നറിയാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു ഗോഡൌൺ ട്രാൻസ്ഫർ ഒരു പുതിയ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതിലും ഒരു ഡിഫറൻസ് ഉണ്ട്. സാധാരണ നമ്മൾ വൗച്ചർ ഒക്കെ എടുക്കാറുള്ള എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന വൗച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിൽ വരും, ഇവിടെ നിന്ന് ഈ വൗച്ചർ എടുക്കും, ഓൾറെഡി ഉള്ള കുറെ വൗച്ചറുകളുണ്ട്, അത് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇനിയിപ്പോ ഈ സിറ്റുവേഷനിൽ ഗോഡൌൺ ട്രാൻസ്ഫർ സിറ്റുവേഷൻ നമ്മളൊരു പുതിയ വൗച്ചർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനും കുറച്ച് സ്റ്റെപ്പ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോസ്റ്റ് സെന്ററും ജോബ് പോസ്റ്റിംഗും എനേബിൾ ചെയ്യുക. ആ രണ്ട് സെറ്റിംഗ് ആണ് എനേബിൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നേരത്തെ ഷിബു പറഞ്ഞ പോലെ ഓൾറെഡി കമ്പനി ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒന്ന് ആക്ടിവേറ്റ് ചെയ്താലുള്ള, അപ്പൊ പിന്നീട് പോയി ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കീബോർഡിൽ F11 പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ പോയിട്ട് F11 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സെറ്റിംഗ്സ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് വേണ്ടത് കോസ്റ്റ് സെന്റർ യൂസ് ആക്കണം, പിന്നെ ജോബ് പോസ്റ്റിംഗ്. ഓക്കെ, ജോബ് ഓർഡർ പ്രോസസ്സിംഗ് ഉണ്ട്, നമുക്ക് ഇവിടെ വേണ്ടത് ജോബ് പോസ്റ്റിംഗ് ആണ്. ജോബ് പോസ്റ്റിംഗ് എന്നുള്ളത് യെസ് ആക്കി വെക്കാം, സേവ് ചെയ്യാം. അങ്ങനെ ആ രണ്ട് സെറ്റിംഗും എനേബിൾ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് ഓരോ കോസ്റ്റ് സെന്ററുകൾ ക്രിയേറ്റ് ചെയ്യണം. കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ കോസ്റ്റ് സെന്ററുകൾ ഈ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സൈറ്റിന്റെ പേരായിരിക്കും കോസ്റ്റ് സെന്റർ. അതായത് എറണാകുളം, കോഴിക്കോട്, വയനാട് എന്ന് പറയുന്ന 3 കോസ്റ്റ് സെന്റർ ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെല്ലാനും കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റുകളാണ്. അപ്പൊ ഇതിന്റെ തലക്കെട്ട് അല്ലെങ്കിൽ കോസ്റ്റ് കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റുകൾ എന്നുള്ള കോസ്റ്റ് കാറ്റഗറി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ക്രിയേറ്റ് കോസ്റ്റ് കാറ്റഗറി. അപ്പൊ കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഒക്കെ ഇന്നലെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ക്രിയേറ്റിൽ പോവാം, കോസ്റ്റ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഡയറക്ട്ലി കാണുന്നില്ലെങ്കിൽ ഷോ മോറിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും കോസ്റ്റ് കാറ്റഗറി. പുതിയത് ക്രിയേറ്റ് ചെയ്യാം. വേണ്ട കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റ്. സേവ് ചെയ്തു. കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന് പറഞ്ഞ കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് സെന്റർ. അതിന്റെ താഴെ ഉള്ളത് കോസ്റ്റ് സെന്റർ. ഓക്കെ, അപ്പോ ഓരോ കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റ്. ഒരു എറണാകുളം ക്രിയേറ്റ് ചെയ്തു. അതായത് എറണാകുളത്ത് 2 എറണാകുളം വരുന്നത് എന്താണെന്ന് വെച്ചാൽ എറണാകുളത്തിലേക്ക് സിമെന്റ് ട്രാൻസ്ഫർ ചെയ്തതും എറണാകുളത്തേക്ക് സ്റ്റീൽ ട്രാൻസ്ഫർ ചെയ്തതും ഒന്നല്ലേ, സൈറ്റ് ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ ഓർഡറിൽ നോക്കിക്കഴിയുമ്പോൾ ഓക്കെ, നമ്മൾ ആദ്യം കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് കോസ്റ്റ് സെന്റർ. 3 കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യണം, എറണാകുളം, കോഴിക്കോട്, വയനാട്. ഓക്കെ, 3 ക്രിയേറ്റ് ചെയ്യും. അപ്പോ എറണാകുളം സേവ് ചെയ്യാം, കോഴിക്കോട് ലാസ്റ്റ് വയനാട്. ഇങ്ങനെ കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ കോസ്റ്റ് സെന്റർ ആണ്. അതായത് എക്സ്പെൻസുകളെ ഡിവൈഡ് ചെയ്യാനായിട്ടാണ് കോസ്റ്റ് സെന്റർ ഉപയോഗിക്കുന്നത്. സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഗോഡൌൺ തന്നെ വേണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എറണാകുളം, കോഴിക്കോട്, വയനാട്ടിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഒരു ഗോഡൌൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് ഇനി എക്സ്ട്രാ ഗോഡൌൺ ക്രിയേഷൻ കൂടി വരുന്നത്. എറണാകുളം, കോഴിക്കോട്, വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഗോഡൌൺ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. അതാണ് ഇവിടെ ക്രിയേറ്റിൽ പോവാം. ഗോഡൌൺ ഇവിടെ ഉണ്ട്. ആദ്യം എറണാകുളം ഗോഡൌൺ ക്രിയേറ്റ് ചെയ്തു. ഇനി എറണാകുളം ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അതായത് സാധാരണ നമുക്ക് ഈ ഒരു
കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ജോബ് പ്രൊജക്ട് ജോബ് പോസ്റ്റ് കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കണം. ഓക്കെ, ഈ എറണാകുളം കോസ്റ്റ് സെന്ററുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ യൂസ് ഫോർ ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. എന്നാലേ ഈ കോസ്റ്റ് സെന്ററുകളെ നമുക്ക് ഗോഡൌൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഈ സ്ക്രീൻഷോട്ടിൽ ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ഓക്കെ ഗോഡൌൺ ആണ്. ഇത് കോസ്റ്റ് സെന്റർ ക്രിയേഷനിൽ കണ്ടോ, യൂസ് ഫോർ ജോബ് പോസ്റ്റിംഗ്. നോക്കിയിട്ട് ചെയ്യാം. അത് യെസ് ആക്കി കഴിഞ്ഞാലേ നമുക്ക് ഗോഡൌണുകളെ നമ്മുടെ കോസ്റ്റ് സെന്റർ ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഗോഡൌൺ ക്രിയേഷന്റെ സമയത്ത് ലിങ്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഇത് നോ ആയിരുന്നു. ഇതൊന്ന് യെസ് ആക്കാം, സേവ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ കോഴിക്കോട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും യൂസ് ഫോർ ജോബ് പോസ്റ്റിംഗ് യെസ് ആക്കാം, സേവ് ചെയ്യാം. വയനാട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ഫോർ ജോബ് പോസ്റ്റിംഗ് യെസ്, സേവ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഗോഡൌൺ ക്രിയേറ്റിൽ പോയി ഗോഡൌൺ സെലക്ട് ചെയ്തു. എറണാകുളം. ഇവിടെ ഇപ്പൊ താഴത്തേക്ക് വന്നപ്പോ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കോസ്റ്റ് സെന്ററുകൾ കാണുന്നുണ്ട്. ഓക്കെ, അതായത് എറണാകുളം ഗോഡൌണിനെ എറണാകുളം കോസ്റ്റ് സെന്റർ ആയിട്ട് ലിങ്ക് ചെയ്യാം, കോഴിക്കോടിനെ കോഴിക്കോടായിട്ട്, വയനാട് വയനാട്. ഓക്കെ, അപ്പൊ എറണാകുളം ഗോഡൌണിനെ എറണാകുളം കോസ്റ്റ് സെന്റർ ആയിട്ട് ലിങ്ക് ചെയ്തു. ഓക്കെ, ഏകദേശം ഇതേ സംഭവം തന്നെയാണ് ഇപ്പോ ബാക്കി എല്ലാ സോഫ്റ്റ്വെയറിലും. ഇപ്പൊ SAP മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ട്. അവിടെ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ ഗുഡ്സിന്റെ മൂവ്മെന്റ്. ഓക്കെ, അപ്പോ അതിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ആണ്. ഒരു ഗോഡൌണിൽ നിന്ന് അടുത്ത ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ അവിടെ SAP സെറ്റിംഗ്സ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളൂ, പക്ഷെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ. ഇനി കോഴിക്കോട് ഗോഡൌണ് കോഴിക്കോട് സെന്റർ ആയിട്ട് ലിങ്ക് ചെയ്തു. ലാസ്റ്റ് വയനാട് കോസ്റ്റ് സെന്റർ ആയിട്ട് ലിങ്ക് ചെയ്തു. അങ്ങനെ ഗോഡൌൺ ക്രിയേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾക്ക് ഇനി ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്താണ്. ഐറ്റം ട്രാൻസ്ഫറിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ വൗച്ചറാണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സാധാരണ വൗച്ചർ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പൊ പുതിയ വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ, എന്തിനെ ക്രിയേറ്റ് ചെയ്യാൻ, ഇവിടെ ക്രിയേറ്റ് ഓപ്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്രിയേറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വൗച്ചർ ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. സാധാരണ നമ്മൾ ലെഡ്ജർ, കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെന്റർ ഒക്കെയാണ്. അതിൽ തന്നെ പുതിയ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൗച്ചർ ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വൗച്ചറിന്റെ താഴെ ആയിരിക്കും പുതിയ വൗച്ചറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇവിടെ ഇപ്പൊ ക്രിയേറ്റിൽ പോയി ഈ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ വൗച്ചർ ടൈപ്പ് ക്രിയേഷനിലേക്ക് പോകും. പിന്നെ ഇപ്പോ ഞാനിവിടെ പേര് കൊടുക്കുന്നത് മെറ്റീരിയൽ ട്രാൻസ്ഫർ വൗച്ചർ അല്ലെങ്കിൽ ഓക്കെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ടു സൈറ്റ് എന്ന് പറഞ്ഞ ഒരു പേരാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ടു സൈറ്റ്, സൈറ്റിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൗച്ചർ. അതായത് ഇപ്പോൾ മെയിൻ ഗോഡൌണിലാണ് ഇപ്പൊ എല്ലാ സാധനങ്ങളും ഉള്ളത്. അവിടെ നിന്ന് ബാക്കിയുള്ള സൈറ്റിലേക്ക് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകും. നിലവിലുള്ള വൗച്ചറുകൾ ഇവിടെ ഒരു ലിസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതിന്റെ താഴെ ആയിരിക്കും നമ്മൾക്ക് പുതിയൊരു വൗച്ചറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ സ്റ്റോക്ക് ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന വൗച്ചറാണ് ഈ ഒരു സ്റ്റോക്ക് ജേണൽ എന്നുള്ള വൗച്ചർ. നമ്മളത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതായത് നമ്മളൊരു പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് കുറവായതുകൊണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ അന്നേരം ഡിസ്കസ് ചെയ്യേണ്ട ഒരു വൗച്ചറായിരുന്നു ഈ സ്റ്റോക്ക് ജേണൽ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഒരു ഗോഡൌണിൽ നിന്ന് അടുത്ത ഗോഡൌണിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്റ്റോക്ക് ജേണലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതേപോലുള്ള കൺസ്ട്രക്ഷൻ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമുക്കൊരു ഗോഡൌണിന്റെ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയേണ്ട സിറ്റുവേഷനിൽ ഇതേപോലെ പുതിയൊരു വൗച്ചർ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ജേണലിന്റെ താഴെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പി എടുത്തിട്ടാണ് നമ്മളൊരു പുതിയ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. പേര് ഇങ്ങനെ കൊടുക്കുക, സെലക്ട് ചെയ്യുന്ന വൗച്ചർ എന്ന് പറയുന്ന സ്റ്റോക്ക് ജേണൽ എടുക്കാം.
പിന്നെ നമുക്കിവിടെ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ നെയിം ഓഫ് ക്ലാസ് എന്ന് പറഞ്ഞ ഏരിയയിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് എന്റർ കീ പ്രസ് ചെയ്ത് പോകുമ്പോൾ, അതായത് ഈ ഒരു വൗച്ചർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ വൗച്ചർ യൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് ട്രാൻസ്ഫറിനാണ്. അപ്പോൾ നെയിം ഓഫ് ക്ലാസ്സിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം ചോദിക്കും ഈ വൗച്ചർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കമ്പനിക്ക് അകത്തുള്ള ഗോഡൌണുകളുടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ്. അപ്പൊ അതിനായിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പോകുന്നത്. സോ യൂസ് ക്ലാസ് ഫോർ ഇന്റർ ഗോഡൌൺ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് യെസ് ആക്കി കൊടുക്കുക. ഓക്കെ, അതായത് ഇത് നോ ആയിരിക്കും, അതൊന്ന് യെസ് ആക്കാം. യെസ് ആക്കുമ്പോൾ താഴെയുള്ള ഓപ്ഷൻ പോകും. ഓക്കെ, ഇനി സേവ് ചെയ്യാം. ഓക്കെ, അതും ഈ സ്ക്രീൻഷോട്ടിലുണ്ട്. അതായത് ഇവിടെ ക്ലാസിന്റെ പേര് കൊടുക്കുക, പിന്നെ യൂസ് ക്ലാസ് ഫോർ ഇന്റർ ഗോഡൌൺ ട്രാൻസ്ഫർ എന്നുള്ളത് യെസ് ആക്കാം, സ്ക്രീൻ സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി റെക്കോർഡ് ചെയ്താൽ മതി. അതായത് ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഈ ഒരു ട്രാൻസാക്ഷൻ ഇപ്പോഴും റെക്കോർഡ് ചെയ്തിട്ടില്ല, ഏറ്റവും മുകളിലുള്ള. ഓക്കെ, ഇത് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തത്. അതായത് ഗോഡൌണിൽ നിന്ന്, മെയിൻ ഗോഡൌണിൽ നിന്ന് ഈ പറഞ്ഞ ഗോഡൌണുകളിലേക്ക് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഗോഡൌൺ ക്രിയേറ്റ് ചെയ്ത് കോസ്റ്റ് സെന്ററുകളും കോസ്റ്റ് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്തു, ഗോഡൌണിനെ കോസ്റ്റ് സെന്റർ ആയിട്ട് ലിങ്ക് ചെയ്തു, പിന്നെ നെക്സ്റ്റ് പുതിയ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനിയാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ട്രാൻസ്ഫർ ചെയ്യേണ്ട യൂണിറ്റ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വൗച്ചറിൽ പോവാം. ഇനി നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തത് ഒരു സ്റ്റോക്ക് ജേണൽ എന്നുള്ള വൗച്ചറാണ്. ജേണലിന്റെ കീ F7 ആയിരുന്നു. ഓക്കെ, സ്റ്റോക്ക് ജേണൽ ആണെങ്കിൽ ഓൾട്ട് F7. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പൊ ഓൾട്ട് F7 അല്ലെങ്കിൽ ഇവിടെ F10 പോയിട്ട് എടുക്കാം. എന്താ സംഭവം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴേ, ഇപ്പൊ ടാലി ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഈ ഷോർട്ട് കട്ട് ഒക്കെ ചോദിക്കും, നിങ്ങൾക്ക് ടാലി അറിയാമോ, ഇതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന്, ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ കാരണം എന്താണ്, നമ്മളുടെ ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ F10 പോയി കഴിഞ്ഞാൽ ഇതുണ്ട്, സംഭവമുണ്ട്. ഷോർട്ട് കട്ട് പഠിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇനിയിപ്പോ ഈ ഓൾട്ട് F7 ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, അതിന്റെ താഴെ ഈ ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ ടു സൈറ്റ് എന്ന് പറഞ്ഞത് കാണാം, പിന്നെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ക്ലാസ് എന്നുള്ളത് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് ഓൾട്ട് F7 പ്രസ് ചെയ്യുമ്പോൾ തന്നെ, ജസ്റ്റ് ഓൾട്ട് F7 പ്രസ് ചെയ്യാം. ഓൾട്ട് F7 പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് സ്റ്റോക്ക് ജേണലും പിന്നെ നെക്സ്റ്റ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ടു സൈറ്റ്. ഇതാണ് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, സ്റ്റോക്ക് ട്രാൻസ്ഫർ ടു സൈറ്റ്. അപ്പൊ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം ചോദിക്കും ഏത് ക്ലാസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോ അതും നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ ടു സൈറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾട്ട് F7 ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ F10 പ്രസ് ചെയ്യാം. ഓക്കെ, വേറെ ഏതെങ്കിലും വൗച്ചറിലാണെന്ന് വിചാരിക്കാം, F10 പ്രസ് ചെയ്യാം. ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുക, സ്റ്റോക്ക് ട്രാൻസ്ഫർ. അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഓപ്ഷൻ തന്നെ ഇങ്ങനെ വന്നോളൂ. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോ ഈ സ്ക്രീൻഷോട്ടിലുള്ളത് ഓൾട്ട് F7 പ്രസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓൾട്ട് F7 അതിലോട്ട് F7 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തായാലും ഈ ഒരു വൗച്ചറിലേക്ക് വരും. ഇനി ഡെസ്റ്റിനേഷൻ ഗോഡൌൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്ക്, എറണാകുളം, കോഴിക്കോട്, വയനാട്, 3 എണ്ണം ഉണ്ട്. പക്ഷെ ഇവിടെ ഒരെണ്ണം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ 3 പ്രാവശ്യമായിട്ട് നമ്മൾ ഇത് സേവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എറണാകുളം എന്നുള്ള ഗോഡൌൺ സെലക്ട് ചെയ്തു. ഇനി നെയിം ഓഫ് ഐറ്റം, ഓക്കെ, സിമെന്റ് ഉണ്ട്. സിമെന്റ് നിലവിൽ ഏത് ഗോഡൌണിൽ നിന്നാണ് എടുക്കുന്നത്? ഓക്കെ, ഇവിടെ സ്പേസ് ബാർ അല്ല, എറണാകുളം അല്ല, മെയിൻ ഗോഡൌൺ. ആദ്യം എല്ലാ സാധനങ്ങളും മെയിൻ ഗോഡൌൺ. മെയിൻ ഗോഡൌണിൽ നിന്നാണ് എറണാകുളം എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് മാറ്റുന്നത്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എവിടേക്ക്, പിന്നെ ഇവിടത്തെ ഗോഡൌൺ എവിടെ നിന്ന്, ഫ്രം ആൻഡ് ടു, ഫ്രം ഇത് ടു.
മെയിൻ ഗോഡൌണിൽ ഇപ്പോ 500 കിലോ ഉണ്ട്. 500 കിലോന്ന് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് അത്ര ഒന്നും നമ്മൾ എടുക്കാൻ പോകുന്നില്ല, കുറച്ച് സ്റ്റോക്ക് മാത്രം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ്. ഓക്കെ, സിമെന്റ് 150 കിലോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ 150 ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും, മേടിച്ച് വെച്ച റേറ്റ്. ഇനി അതേപോലെ തന്നെ സ്റ്റീൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. മെയിൻ ഗോഡൌണിൽ നിന്ന് തന്നെയാണ് സ്റ്റീൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്റ്റീല് 3000 കിലോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇവിടെ 3000 ടൈപ്പ് ചെയ്തു. ഇതോടെ എറണാകുളത്തേക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തീർന്നു. ഓക്കെ, അപ്പോ 3 സ്റ്റെപ്പായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ആദ്യം എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞിട്ട് കോഴിക്കോടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 3 പ്രാവശ്യം ഇതേ സെയിം വൗച്ചർ തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഡേറ്റ് 2 ഏപ്രിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം, 2 ഏപ്രിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഏപ്രിൽ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി 2 ഏപ്രിലിൽ തന്നെ കോഴിക്കോടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കോഴിക്കോടിലേക്ക് മെയിൻ ഗോഡൌണിൽ നിന്ന്. ഓക്കെ, അപ്പൊ മെയിൻ ഗോഡൌണിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 500 ഉണ്ടായിരുന്നു, ഇപ്പൊ 350 ആയി. കോഴിക്കോടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് സിമെന്റ് 100 കിലോ, സ്റ്റീല് മെയിൻ ഗോഡൌൺ അല്ലേ. ഓക്കെ, 7000 കിലോ ഉണ്ട് ഇപ്പോൾ. 4000 അല്ലേ? യെസ്, 4000. ഇത് കോഴിക്കോടായി സേവ്. ഇനി ലാസ്റ്റുള്ള ഗോഡൌൺ വയനാട്. സിമെന്റ് മെയിൻ ഗോഡൌണിൽ ഇനി 250 കിലോ ബാക്കിയുള്ളൂ. 180 2000. 180. സ്റ്റീലാണെങ്കിൽ മെയിൻ ഗോഡൌൺ 2000. ഓക്കെ, അങ്ങനെ എല്ലാ ഗോഡൌണിലേക്കും സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സേവ് ചെയ്തു. അപ്പൊ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാല് ഓരോ സിറ്റുവേഷനിലും ഡെസ്റ്റിനേഷൻ ഗോഡൌൺ എവിടേക്കാണ്, പിന്നെ ഇവിടെ താഴെയുള്ള ഗോഡൌൺ എന്ന് പറയുന്നത് സോഴ്സ് ഗോഡൌൺ അല്ലെങ്കിൽ എവിടെ നിന്ന്, പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന ക്വാണ്ടിറ്റി മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി സ്റ്റോക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇവിടെ സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കുക. സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ 500, 1000, 10000 തന്നെ നമുക്ക് സ്റ്റോക്ക് കാണിക്കും. പക്ഷേ ഇതിൽ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഇൻവെന്ററി ബുക്സിൽ ഗോഡൌൺ സമ്മറി എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ട്. ആ ഗോഡൌൺ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ഗോഡൌണിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ബാക്കി 100 കിലോ സിമെന്റും 1000 കിലോ സ്റ്റീലും ഉണ്ട്. ഇനി ഓരോ ഗോഡൌൺ എടുത്ത് നോക്കുമ്പോൾ എറണാകുളം ഗോഡൌൺ എടുക്കുകയാണെങ്കിൽ അതിലെത്ര ക്വാണ്ടിറ്റി ബാക്കിയുണ്ട്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, 150 കിലോ 3000 കിലോ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത സെയിം ക്വാണ്ടിറ്റി തന്നെ ഓരോ ഗോഡൌണിലായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അത് ഗോഡൌണിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ കാണുള്ളൂ. അതായത് പെട്ടെന്ന് നമ്മളോട് ഒരാൾ വന്ന് ചോദിച്ചു കോഴിക്കോടിൽ ഇനി എത്ര കിലോ സ്റ്റീൽ ബാക്കിയുണ്ട്, അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗോഡൌൺ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാരണം അതൊക്കെ ആവശ്യമുള്ള ഇൻഫർമേഷൻ ആണ്. കാരണം സ്റ്റീലിന്റെ കുറവ് കൊണ്ട് ഇനി പണി നടന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നഷ്ടം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ എടുക്കാം. സ്റ്റോക്ക് അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു. നമുക്കിനി നെക്സ്റ്റ് ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത ട്രാൻസാക്ഷൻ ആണ്. മെയ്യിൽ കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ആയി. അതായത് ബിൽഡിംഗ് ഉണ്ടാക്കി. ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പൊ അവര് തരുന്ന ഇൻഫർമേഷൻ നമ്മൾക്ക് അക്കൗണ്ടിങ് ലാംഗ്വേജിലേക്ക് മാറ്റി സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ചെയ്യും. അതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവര് നമ്മളെ അറിയിച്ചു, അതായത് 3 സൈറ്റിലും പണി കഴിഞ്ഞു. എറണാകുളവും കോഴിക്കോടും വയനാടും പണി കഴിഞ്ഞു.
എന്നിട്ട് അവര് ഉപയോഗിച്ച സിമെന്റ് സ്റ്റീലിന്റെയും ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അവര് ഉപയോഗിച്ച ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ ഇൻഫോർമേഷൻ. ഇനി നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യനില് ഇവിടെ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതായത് ഇതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ക്വാണ്ടിറ്റി. എറണാകുളത്തേക്ക് 150 3000 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കൺസ്യൂം ചെയ്തത് കണ്ടോ, 150 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർ 100 ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ 2500 3000 ട്രാൻസ്ഫർ ചെയ്തിട്ട് 2500 യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സൈറ്റില് അത്രയും ബാക്കിയുണ്ടാവും, ഐറ്റംസ് ബാക്കിയുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു സാധനങ്ങൾ ഒന്നില്ലെങ്കിൽ നമുക്ക് വേറെ സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു മറച്ചു വിൽക്കാം. മറച്ചു വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് നഷ്ടം. ഏതാ കമ്പനി അറിയാതെ ചെയ്യാം. അത് പക്ഷെ നമുക്ക് അതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻ. നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് ഇങ്ങനെ എംപ്ലോയീസിന്റെ സത്യസന്ധത അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അക്കൗണ്ടിങ്ങിൽ സോഫ്റ്റ്വെയർ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ്. അതായത് സത്യസന്ധനായിട്ടുള്ള ഒരു എംപ്ലോയി അവിടെ ഉണ്ടെങ്കിൽ കമ്പനിക്ക് എന്താണ് ഈ സാധനം വേണമെങ്കിൽ അടുത്ത സൈറ്റിലേക്ക് മാറ്റി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൂടും. അതായത് ഒരു റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു ജോലിക്കാരനാണ് അവിടെ സൈറ്റിൽ. ഈ സിമെന്റ് ഒക്കെ ഒന്നും മൂടിയിട്ടില്ല. ഒരു ദിവസം മഴ പെയ്തെങ്കിൽ അത്രയും സിമെന്റ് വെറുതെ വേസ്റ്റ് ആയിപ്പോയി, കട്ട പിടിച്ച് തീർന്നു. പിന്നെ ഈ സിമെന്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അതിനുള്ള ഒരു സൂപ്പർവൈസറിനെയൊക്കെ നിർത്തുന്നത് സൂപ്പർവൈസറിന്റെ കയ്യിലാണ്. ഇപ്പൊ നമ്മളൊരു വീട് പണിയാണെങ്കിൽ കോൺട്രാക്ട് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെയല്ലേ നമ്മള് പോയി നോക്കാം. എല്ലാം പിന്നെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതെ, അതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായാലും സാധനം ബാക്കിയുണ്ട്. എറണാകുളത്ത് എന്തായാലും സ്റ്റോക്ക് ബാക്കിയുണ്ട്. ഇനി കോഴിക്കോടിലേക്ക് 100 4000 ട്രാൻസ്ഫർ ചെയ്തിട്ട്, ഓക്കെ, കോഴിക്കോട് അവർ കംപ്ലീറ്റ് യൂസ് ചെയ്തു. ഒന്നല്ലെങ്കിൽ കംപ്ലീറ്റ് അവർ യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഷിപ്പ് പറഞ്ഞ പോലെ മറിച്ച് വിറ്റു എന്ന് വിചാരിക്കാം. ഇനി വയനാടാണെങ്കിൽ 150 2000 യൂസ് ചെയ്തിട്ടുണ്ട്. 150 2000 ഒക്കെ അവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എറണാകുളത്ത് മാത്രം ബാക്കിയുള്ള എല്ലാ സൈറ്റും ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇപ്പൊ നേരത്തെ നമ്മൾ ഗോഡൌണൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ആ ഗോഡൌണിലൊക്കെ ആ സ്റ്റോക്ക് അതേപോലെ തന്നെ ഉണ്ട്. ജസ്റ്റ് സ്റ്റോക്ക് സമ്മർ എടുത്ത് നോക്കി കഴിയുമ്പോൾ തന്നെ ആദ്യം എത്രയായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ കമ്പനിയിലുള്ളത്, 500 10,000. പക്ഷെ ബിൽഡിംഗ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ സ്റ്റോക്ക് കുറയുണ്ട്. സ്റ്റോക്ക് കാരണം ഈ സാധനങ്ങളെല്ലാം ബിൽഡിംഗ് എന്നുള്ള ഒരു രൂപത്തിലേക്ക് മാറി. അപ്പോ സ്റ്റോക്ക് കുറഞ്ഞു എന്നുള്ള, അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ള ഇൻഫോർമേഷൻ ആണ് നമ്മൾ ഇനി റെക്കോർഡ് ചെയ്യേണ്ടത്. അതിനെയാണ് കൺസംഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപയോഗിച്ചതിന്റെ റെക്കോർഡ്. ഓക്കെ, ആ കൺസംഷൻ റെക്കോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ ഒരു പുതിയ വൗച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. കൺസംഷൻ റെക്കോർഡ് കൺസംഷൻ റെക്കോർഡ് അപ്പൊ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ വന്നതുപോലെ ക്രിയേറ്റിൽ പോയി കഴിഞ്ഞാൽ, വൗച്ചർ ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പുതിയൊരു വൗച്ചർ ആയിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ ആ ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫറിന് വൗച്ചർ ക്രിയേറ്റ് ചെയ്ത പോലെ ഇവിടെ ക്രിയേറ്റിൽ പോവാം. പിന്നെ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വൗച്ചറിന്റെ പേര് എന്താണ്? ഓക്കെ, കൺസംഷൻ റെക്കോർഡ്. ഉപയോഗിച്ചതിന്റെ ഒരു രേഖ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വൗച്ചർ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ പേര് അങ്ങനെ തന്നെ കൊടുക്കുക, കൺസംഷൻ റെക്കോർഡ്. ഓക്കെ, ഇനി ഇതില് ഏത് വൗച്ചറിന്റെ അണ്ടറിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? നേരത്തെ ചെയ്ത പോലെ സ്റ്റോക്ക് ജേണലിന്റെ അണ്ടറിൽ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെയിം ഓഫ് ക്ലാസ് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് വരാം. അവിടെ കൺസംഷൻ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺസംഷൻ എന്നോ കൺസംഷൻ റെക്കോർഡ് തന്നെ പേര് കൊടുക്കാം. ഇതിലിപ്പോ കൺസംഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ കൺസംഷൻ തന്നെ കൊടുക്കുന്നു. ഇനി എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ വരും. ഫസ്റ്റ് ഓപ്ഷൻ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ വരും. അതായത് ഇത് ഈ ഒരു വൗച്ചറിനെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്തിനാണ്? എത്ര ഓരോ സൈറ്റിലും എത്ര ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ രേഖയാക്കാനായിട്ടാണ് ഈ ഒരു വൗച്ചർ ഉപയോഗിക്കുന്നത്. സോ യൂസ് ക്ലാസ് ഫോർ ജോബ് പോസ്റ്റിംഗ് കൺസംഷൻ എന്ന് പറഞ്ഞ സെറ്റിംഗ് ഇവിടെ ഒന്ന് യെസ് ആക്കി വെക്കാം.
ഓക്കെ, യെസ് ആക്കി സേവ് ചെയ്തു. ഇനി ഒരു വൗച്ചർ സേവ് ചെയ്യാം. ആ വൗച്ചർ സേവ് ആയി കഴിഞ്ഞു. യെസ് ആക്കുക, സേവ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ സൈറ്റിലും എത്ര ഉപയോഗിച്ചൊന്ന് ഇനി റെക്കോർഡ് ചെയ്താൽ മതി. അത് നേരത്തെ ചെയ്ത പോലെ വൗച്ചറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ട് F7 പ്രസ് ചെയ്യാം, ആ ഒരു വൗച്ചർ സെലക്ട് ചെയ്യാം. ഓക്കെ, അതായത് ഗിറ്റ് ഓഫ് ടാലിയിലേക്ക് വരാം, ഇവിടെ നിന്ന് വൗച്ചർ സെലക്ട് ചെയ്യാം. നമ്മളുടെ വൗച്ചർ എന്ന് പറയുന്നത് സ്റ്റോക്ക് ജേണൽ ആണ്. അപ്പൊ സ്റ്റോക്ക് ജേണലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് ഇതായിരുന്നു, ഓൾട്ട് F7. ഓൾട്ട് F7 പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 2 വൗച്ചറും വരും. ഇവിടെ സ്റ്റോക്ക് ജേണൽ എന്നുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഇപ്പോൾ നമുക്ക് വേണ്ടത് കൺസംഷൻ റെക്കോർഡ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നത് കൺസംഷൻ റെക്കോർഡ് എന്നുള്ള ഓപ്ഷനാണ്. ചൂസ് ചെയ്യാം ഏത് ക്ലാസ് ആണെന്നുള്ളത്, കൺസംഷൻ എന്നുള്ള ക്ലാസ് സെലക്ട് ചെയ്യാം. സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ 2 ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ആദ്യം ഇപ്പൊ നമ്മള് എറണാകുളത്തെ കൺസംഷൻ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ സിമെന്റ് ആദ്യം സെലക്ട് ചെയ്യാം. അതായത് ഇവിടെ ഈ സോഴ്സ് എന്നുള്ള ഏരിയ മാത്രമേ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, ഡെസ്റ്റിനേഷൻ ഏരിയ യൂസ് ചെയ്യില്ല. ഉപയോഗിച്ചത് മാത്രമേ ഇവിടെ എഴുതുള്ളൂ. ഇനി പുതിയത് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ പ്രൊഡക്ഷൻ എന്നുള്ള ഏരിയയിലേക്ക് വരുള്ളൂ. തൽക്കാലം നമ്മൾ സിമെന്റ് എറണാകുളത്ത് ഉപയോഗിച്ചത് എത്ര നോക്കുമ്പോൾ, ഓക്കെ, എറണാകുളത്ത് 100, 2000. അപ്പോൾ 100 ടൈപ്പ് ചെയ്യാം. പിന്നെ സ്റ്റീല് എറണാകുളത്ത് 2000. ഓക്കെ, അപ്പോ എറണാകുളത്തിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഇതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സൈറ്റുകളുടെ റെക്കോർഡ് ചെയ്യാം. കഴിഞ്ഞ സിറ്റുവേഷനിൽ പോലെ 3 ചെയ്യണമെന്നില്ല, ഒറ്റ ഇതിലായിട്ട് തന്നെ ചെയ്യാം. പിന്നെ വീണ്ടും സിമെന്റ് സെലക്ട് ചെയ്യാം. കോഴിക്കോടാണ് നെക്സ്റ്റ്. കോഴിക്കോട് 100, 4000. ഓക്കെ, അപ്പോൾ 100. സ്റ്റീലാണെങ്കിൽ 4000. ഇനി വയനാടാണെങ്കിൽ സിമെന്റ് യൂസ് ചെയ്തത് 150, 2000. ഓക്കെ, 180. സ്റ്റീലാണെങ്കിൽ വയനാട് യൂസ് ചെയ്തത് 2000. ഓക്കെ, അപ്പോ ഓരോ സൈറ്റിലും ഈ സാധനങ്ങൾ ഉപയോഗിച്ചു സ്റ്റോക്ക് അത്രയും കുറക്കണം. അതായത് റിയൽ ലൈഫിൽ എന്താണ് അവസ്ഥ അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ സോഫ്റ്റ്വെയറിൽ. കാരണം പുറത്ത് ഇപ്പോ ഓരോ സൈറ്റിൽ ഇത്രയും കിലോ സിമെന്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത്രയും സിമെന്റ് ഇല്ല. അതേ ഇൻഫോർമേഷൻ തന്നെ ആയിരിക്കണം നമ്മുടെ സോഫ്റ്റ്വെയറിൽ, നമ്മുടെ കണക്കിലും അത് തന്നെ ആയിരിക്കും. നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് മാത്രം ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് സൈഡ് മാത്രം ഒന്ന് ഫില്ല് ചെയ്യാം. ടോട്ടൽ 7 ലക്ഷത്തിന്റെ സാധനങ്ങൾ ഇവിടെ യൂസ് ചെയ്തതായിട്ടാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ടാലിയിൽ കിട്ടിയത് സെയിം എമൗണ്ട് തന്നെ, 7 lakh. ഇനി ഇത് സേവ് ചെയ്താൽ മതി. Ctrl+A പ്രസ് ചെയ്യാം. സേവ് ആയി. സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. സാധനങ്ങൾ ഇവിടെ കുറഞ്ഞു. നേരത്തെ 500, 3000 ഒക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ഇപ്പോ എറണാകുളത്ത് മാത്രമേ ആ ഒരു സാധനം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, 150, 1500. പിന്നെ മെയിൻ ലൊക്കേഷനിൽ കുറച്ച് സാധനങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിയിട്ടാണ് ഇത്രയും വന്നത്. ഓരോ ഗോഡൌണിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഡിസ്പ്ലേയില് ഇൻവെന്ററി ബുക്സിൽ ഗോഡൌൺ എടുക്കാം. എറണാകുളത്ത് നോക്കുമ്പോൾ എറണാകുളത്ത് ബാക്കിയുണ്ട് 50, 500 വെച്ച്. കോഴിക്കോട് നോക്കുമ്പോൾ അവിടെ ബ്ലാങ്ക് ആണ്, കാരണം അവിടെ സ്റ്റോക്ക് ഇല്ല. ഇനി മെയിൻ ഗോഡൌൺ നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു, ആദ്യം തന്നെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇനി വയനാട് എടുത്ത് നോക്കുമ്പോൾ വയനാടിലും ബ്ലാങ്ക് ആണ്. കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, അത് നമ്മൾ കൊണ്ടുപോകണം. ഇപ്പൊ നിലവിൽ എറണാകുളത്തായിട്ട് തന്നെ കിടക്കുക, ഇപ്പൊ എറണാകുളത്തായിട്ടാണ് കിടക്കുക. ഇനിയിപ്പോ എറണാകുളത്ത് നിന്ന് ചിലപ്പോ നെക്സ്റ്റ് ഇനി തൃശ്ശൂരിലേക്കാണെങ്കിൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് റെക്കോർഡ് ചെയ്താൽ മതി. അതായത് ഇനി മെയിൻ ഗോഡൌൺ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഏറ്റവും അടുത്തുള്ള രീതിയിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഐറ്റംസ് നമ്മൾ ഇവിടെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കൺസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇനി ചെയ്യേണ്ടത്, ഓക്കെ, ഇവിടെ ഈ ഒരു ഇൻഫോർമേഷൻ കൂടി നമുക്ക് തന്നു. അതായത് ബിൽഡിംഗ് വെറുതെ ഉണ്ടാവില്ല,
അതായിട്ട് അനുബന്ധപ്പെട്ട് കുറെ ചെലവുകളുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സൂപ്പർവൈസറിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എറണാകുളത്ത് ഒരു സൂപ്പർവൈസർ, കോഴിക്കോടും വയനാട്ടിലും സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. എറണാകുളത്ത് 15,000, കോഴിക്കോട് 8,000, വയനാട് 12,000. അങ്ങനെയാണ് നമ്മൾ സൂപ്പർവൈസർക്ക് സാലറി കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇവിടെ ഉള്ളത് സാലറി എന്ന് പറയുന്നത് നമുക്ക് ചെലവാണ്. സാലറി എക്സ്പെൻസ് വരുമ്പോൾ ഡെബിറ്റ് ആണ്. ക്യാഷ് വഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, പെയ്ഡ് ബൈ ക്യാഷ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്യാഷ് പോകുന്നു, ക്രെഡിറ്റ്. അപ്പോ ടാലിയിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നത് പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓച്ചറിലാണ്. ഈ കഴിഞ്ഞ ദിവസം കോസ്റ്റ് സെന്റർ യൂസ് ചെയ്ത പോലെ ഓരോ സാലറിയും ഓരോ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോ ഓരോ സൈറ്റിലേക്കുള്ള എമൗണ്ട് ഇതേപോലെ പേയ്മെന്റ് ഓച്ചറിൽ കഴിഞ്ഞ ദിവസം പേയ്മെന്റ് ഒക്കെ ചെയ്ത പോലെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും റെക്കോർഡ് ചെയ്യും. അപ്പോൾ വൗച്ചറിൽ പോവാം. പേയ്മെന്റ് ആണ് സംഭവിക്കുന്നത്. ഇനി എന്നാണ്? 31 മെയ് ആണ് പേയ്മെന്റ് നടക്കുന്നത്. ഡേറ്റ് ഒന്ന് മാറ്റാം, 31 മെയ്. ഓക്കെ, സാലറി എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ഒന്നിൽ സൂപ്പർവൈസർ സാലറി അല്ലെങ്കിൽ സാലറി എന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് കോസ്റ്റ് സെന്ററും ഉണ്ട്. കാരണം 3 സൈറ്റിലേക്കാണ് ഇതിന്റെ എക്സ്പെൻസ് എമൗണ്ട് പോകുന്നത്. 15,000, 8,000, 12,000. ഓക്കെ, ഇവിടെ വെച്ച് കാൽക്കുലേറ്റർ എടുക്കണം. അതായത് നമ്മളിപ്പോ ഈ എമൗണ്ട് ഏരിയയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ കൺട്രോളും എന്നും പ്രസ് ചെയ്തിട്ടുണ്ട്. സോറി, കൺട്രോൾ എൻ അല്ല, കൺട്രോൾ എൻ ആണ് കാൽക്കുലേറ്റർ എടുക്കാനായിട്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഓൾട്ടും സിയും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഓൾട്ട് സി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും കാൽക്കുലേറ്ററിലേക്ക് പോകും. ഇനി ഇവിടെ ഓൾട്ട് സി പ്രസ് ചെയ്തിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ 15,000 പ്ലസ് 8,000 പ്ലസ് 12,000 എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ, ഇവിടെ താഴെ കാൽക്കുലേറ്റർ ഉണ്ട്. ചിലപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവില്ല, താഴെ കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ, അത്രയും ടൈപ്പ് ചെയ്തിട്ട് എന്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ മുകളിലേക്ക് പേസ്റ്റ് ചെയ്ത് തരും. അതേസമയം കാൽക്കുലേറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് തരും. നമ്മൾ പിന്നെ മുകളിലേക്ക് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 35,000 ഇവിടെ വന്നു. ഇനി എന്റർ. കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ കോസ്റ്റ് കാറ്റഗറി കോസ്റ്റ് ഉണ്ട്. സാലറി സ്പേസ് ബാർ. സാലറി അല്ല, ഇവിടെ കൺസ്ട്രക്ഷൻ സൈറ്റ് എന്നായിരുന്നു നമ്മുടെ കോസ്റ്റ് കാറ്റഗറിയുടെ പേര്. എറണാകുളം, കോഴിക്കോട്, വയനാട്. കോസ്റ്റ് കാറ്റഗറി കൺസ്ട്രക്ഷൻ സൈറ്റ് സെലക്ട് ചെയ്യാം. ഇനി എറണാകുളത്തേക്ക് എത്രയാണ് എമൗണ്ട്? 15,000 ആണ്. നെക്സ്റ്റ് കോഴിക്കോട് 8,000. ബാക്കി എമൗണ്ട് വയനാട് 12,000. അങ്ങനെ 35,000 ആവും. ക്യാഷ് വഴിയാണ് പേയ്മെന്റ് ചെയ്തത്, അപ്പോൾ ക്രെഡിറ്റ് ക്യാഷ് കിട്ടാം. നെഗറ്റീവ് ബാലൻസ് കാണിക്കുക, അത് ഇഗ്നോർ ചെയ്യാം. നെഗറ്റീവ് ബാലൻസിന്റെ കാര്യം പറയുന്നത് അഞ്ചനയുടെ കുറെ നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നില്ലേ, അത് നോക്കാം. ഓക്കെ, അപ്പോൾ 35,000. ഓക്കെ, കറക്റ്റ് ആണ്. സേവ് ചെയ്യാൻ നോക്ക്. പേയ്മെന്റ് ഇവിടെ റെക്കോർഡായി. ഇനി അത് മാത്രമല്ല, വേറൊരു ലേബർ എക്സ്പെൻസും കൂടി ഉണ്ട്. ഓക്കെ, ആ ലേബർ എക്സ്പെൻസും കൂടി നമുക്ക് ഇനി പേ ചെയ്യാം. എറണാകുളത്തും കോഴിക്കോടും വയനാടിലും ഇത്രയും എമൗണ്ട് വെച്ച് ലേബർ എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അതും പേയ്മെന്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ലേബർ എക്സ്പെൻസ്, ലേബർ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിൽ വെക്കാം. കഴിഞ്ഞത് സാലറി ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് വെച്ചത്. ഇനി ലേബർ എക്സ്പെൻസ് എന്ന് പറയുമ്പോഴും ഇത്രയാണ്, 4,10,000 ആകെ വരുന്നുണ്ട്. എറണാകുളം 1 lakh, കോഴിക്കോട് 1,50,000. നെക്സ്റ്റ് വയനാട് 1,60,000. ക്യാഷ് വഴി പേ ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ പേയ്മെന്റ് ഇവിടെ ഇപ്പോൾ റെക്കോർഡ് ആയിട്ടുണ്ട്. സേവ് ചെയ്യാം. ഓക്കെ, ഇനി 1 ജൂണായി. 1 ജൂണിലാണ് ഈ ഒരു ഇൻഫർമേഷൻ കൂടി നമ്മളോട് പറയുന്നത്.
എറണാകുളത്തെയും കോഴിക്കോടിലെയും വയനാടിലെയും പ്രൊജക്റ്റുകൾ നമ്മൾ വിറ്റു. ഓക്കെ, വിറ്റത് എറണാകുളത്തെ 5 ലക്ഷത്തിനും കോഴിക്കോട് 6 ലക്ഷത്തിനും വയനാട് 7 ലക്ഷത്തിനും. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ വിറ്റത്. ഓക്കെ, ഇനി ഓക്കെ, ഇതിന് നമ്മൾ ബിൽഡിംഗ് വിൽക്കുമ്പോൾ സെയിൽ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ബിൽഡിംഗ് വിൽപ്പനയിലൂടെ ഒരു വരുമാനം. ഓക്കെ, അപ്പോൾ സെയിൽ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഇൻകം ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ സെയിൽസ് ബില്ലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെയിൽ ഓഫ് ബിൽഡിംഗ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ബിസിനസ്സിന് ഒരു ഡയറക്റ്റ്ലി കിട്ടുന്ന ഒരു വരുമാനം ആണ്. കാരണം ഇവിടെ കച്ചവടം സെയിൽസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇല്ല. കാരണം നമ്മൾ വിൽക്കുന്ന എന്താണ്, ഒരു ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് സെയിൽസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിന് ഒരു സ്റ്റോക്ക് ഐറ്റം ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഇതിപ്പോ എന്താണ്, ഒരു സെയിൽ ഓഫ് ബിൽഡിംഗ് ഒരു സേവനമായിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ സേവനമായിട്ടായതുകൊണ്ട് ഡയറക്റ്റ് ഇൻകം ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ സെയിൽസ് ഓഫീസറിൽ പോയി. ഇനി ഇതൊരു ഇൻകം മാത്രമാണ് വിൽക്കുന്നത്, ഐറ്റം വിൽക്കുന്നില്ല. അപ്പോ സെയിൽസ് ഓഫീസറിൽ തന്നെ Ctrl+H പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ്സ് ഇങ്ങനെ വരും. നമ്മൾ ഇവിടെ നിന്ന് അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ വരുമാനം ആണ് സെയിൽ ചെയ്യുന്നത്, അല്ലാതെ ഐറ്റം അല്ല സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഐറ്റം ഇൻവോയ്സ് മാറ്റിയിട്ട് ഒരു അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇൻവോയ്സ് 1. ഓക്കെ, പാർട്ടി ഏതെങ്കിലും പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ക്യാഷ് കിട്ടുന്നതായിട്ട് വിചാരിക്കാം. ക്യാഷ്. ഇനി സെയിൽസ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇൻകം. സെയിൽ ഓഫ് ബിൽഡിംഗ്. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സെയിൽ ഓഫ് ബിൽഡിംഗ്. സ്ക്രീൻ ഒന്ന് സേവ് ചെയ്യാം. ഇനി എറണാകുളം, കോഴിക്കോട്, വയനാട് 5, 6, 7 ടോട്ടൽ നമുക്ക് എത്ര വരും? ഓക്കെ, ഓരോന്നായിട്ടാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. ബാക്കി സ്ക്രീൻഷോട്ടിൽ 3 സൈറ്റിലും 3 ബില്ലാണ് ടൈപ്പ് ചെയ്തത്. അപ്പൊ നമുക്ക് 3 ബില്ലായിട്ട് തന്നെ ചെയ്യാം. എറണാകുളം, അതായത് 3 സ്ഥലങ്ങളിലെ കസ്റ്റമേഴ്സിന് 3 ബില്ലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാം. അപ്പൊ ആദ്യം എറണാകുളത്തെ സെയിൽസ് നമുക്ക് ചെയ്യാം. എറണാകുളം 5 ലക്ഷമാണ്. അപ്പൊ ഇവിടെ സെയിൽ ഓഫ് ബിൽഡിങ്ങിൽ ആദ്യം നമുക്ക് കിട്ടുന്നത് എറണാകുളത്തെ സൈറ്റ് സെയിൽ ചെയ്തപ്പോൾ 5 ലക്ഷം. ഇവിടുന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് കാറ്റഗറി ചോദിക്കും. കൺസ്ട്രക്ഷൻ സൈറ്റ് എറണാകുളത്തേക്ക് പോകുന്നത് 5 ലക്ഷം. ഓക്കെ, അത് സേവ് ചെയ്യാം. ഇനി സെക്കൻഡ് ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യാം. ക്യാഷിന് തന്നെ നമ്മൾ അടുത്ത ബിൽഡിംഗ് വിറ്റു 6 ലക്ഷത്തിന് കോഴിക്കോട്. ഓക്കെ, ഇനി തേർഡ് ഇൻവോയ്സ്. സെയിൽ ഓഫ് ബിൽഡിംഗ് 7 ലാഖിന് വയനാട് സെയിൽ ആയിക്കോട്ടെ. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. അതായത് ഈ കോസ്റ്റ് സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ മാറിപ്പോരുത്, കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാവരും ഇപ്പൊ റെക്കോർഡായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ചാല് ഈ കമ്പനി ഇപ്പോ ബിൽഡിംഗ് ഉണ്ടാക്കി വിറ്റു. ഓക്കെ, കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ നമുക്കറിയാം. ഓക്കെ, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അക്കൗണ്ട്സിന്റെ പാർട്ടായിട്ട് അതിന്റെ കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടാലിയിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് നോക്കാം. നമ്മുടെ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് ഇവിടെ ഇങ്ങനെ ഒരു റിപ്പോർട്ടായിട്ട് സിസ്റ്റം കാണിച്ചു. നമ്മുടെ കയ്യിൽ കുറെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു.
കുറച്ച് ചെലവുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായിരുന്നു നമ്മളുടെ സെയിൽ ഓഫ് ബിൽഡിംഗ്. അങ്ങനെ നോക്കുമ്പോൾ കമ്പനി 6,90,000 രൂപ ലാഭത്തിലാണ് എന്നാണ് സിസ്റ്റം പറയുന്നത്. ഓക്കെ, 6,90,000 ഇതാണ് ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ മൊത്തത്തില് എറണാകുളം, കോഴിക്കോട്, വയനാട് മൂന്ന് സൈറ്റും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി ലാഭത്തിലാണ്. ഇനി നമ്മൾ ഈ ജോബ് പോസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ കാരണം ഓരോ സൈറ്റിന്റെയും ലാഭം നഷ്ടം നമുക്ക് കാണാം. അപ്പൊ അതിനാണ് ഈ ഒരു ജോബ് വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടും കൂടി നമ്മൾ എടുത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ജോബ് വർക്ക് അനാലിസിസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഗേറ്റ് ഓഫ് ടാലിന്ന് ഡിസ്പ്ലേയിൽ പോവാം. അവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി പോയി കഴിഞ്ഞാൽ ഓക്കെ, ഈ ജോബ് വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് കാണാം. അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഓരോ സൈറ്റിന്റെയും ജോബ് വർക്ക് അനാലിസിസ് നമുക്ക് എടുക്കാം. അപ്പോൾ എറണാകുളം എടുത്ത് നോക്കാം. എറണാകുളത്തെ മാത്രം റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് എറണാകുളത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1,15,000 എറണാകുളത്ത് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, സോറി, 3,85,000 ആണ് എറണാകുളത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു കോൾ എടുക്കട്ടെ. ഈ ഒരു ജോബ് വർക്ക് അനാലിസിസിൽ നമുക്കുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ്പെൻസുകളും ഇൻകവും ഇങ്ങനെ സ്പ്ലിറ്റ്
വരുന്നത്. ടോപ്പില് നമുക്ക് റവന്യൂ കാണാം. അതിന്റെ എ എന്ന് പറഞ്ഞിട്ട് റവന്യൂ, ബി എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസുകൾ. അതിൽ നിന്ന് റവന്യൂന്ന് എക്സ്പെൻസ് കുറച്ചിട്ട് താഴെ നമുക്ക് ഈ സൈറ്റ് ലാഭമാണോ നഷ്ടത്തിലാണോ എന്ന് കാണാം. അതായത് ഇവിടെ 5 ലക്ഷമാണ് വരുമാനം. ഈ 1,17,000 ആകെ ചെലവുകളുണ്ട്. ബാക്കി 3,85,000 ഫുള്ള് കമ്പനിക്ക് ലാഭമാണ്. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇനി കോഴിക്കോട് എടുത്ത് നോക്കി കഴിയുമ്പോൾ അതേപോലെ തന്നെ 4,42,000 ലാഭം. ഇനി വയനാട് നോക്കി കഴിയുമ്പോൾ അവിടെയും ലാഭം തന്നെയാണ്. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ ഈ കോസ്റ്റ് സെന്റർ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് ഏതെങ്കിലും ഒരു സൈറ്റില് എക്സ്പെൻസ് കൂടുതലായിരുന്നു. അതായത് ഇപ്പൊ ഈ സൂപ്പർവൈസർ സാലറി തന്നെ സേ ഒരു 5 ലക്ഷമായിരുന്നു എന്ന് വിചാരിക്കാം ടോട്ടല്. എന്നിട്ടൊരു സൈറ്റിൽ തന്നെ ഓക്കെ വയനാട് ബാക്കി എമൗണ്ട് വന്നിട്ടുണ്ട് 4,77,000. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റ് നോക്കുമ്പോൾ എന്താണ്, കമ്പനി പ്രോഫിറ്റിൽ തന്നെയാണ്, നെറ്റ് പ്രോഫിറ്റിലാണ്, 1,90,000 ലാഭത്തിലാണ്. അപ്പോ കമ്പനി ലാഭത്തിലാണ്. പക്ഷെ ഓരോ സൈറ്റിന്റെയും റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനാണ് ഇപ്പോ ഡിസ്പ്ലേയില് സ്റ്റേറ്റ്മെന്റ് ഓഫ് ജോബ് വർക്ക് അനാലിസിസ്. എറണാകുളം നോക്കുമ്പോൾ എറണാകുളം ലാഭത്തിലാണ്. കോഴിക്കോട് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ലാഭത്തിലാണ്. വയനാട് നോക്കുമ്പോൾ വയനാട് ഈ പറഞ്ഞ നഷ്ടത്തിലാണ്. അതായത് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെ ഇപ്പോ 7 lakh, വയനാട് 6,37,000 എക്സ്പെൻസ് വന്നിട്ടുണ്ട്. വയനാട് 63,000 ലാഭത്തിൽ തന്നെയാണ്. എപ്പോഴും ഇത്ര എക്സ്പെൻസ് നമ്മൾ ഇട്ടിട്ടും ഈ 63,000 ലാഭത്തിൽ തന്നെയാണ്. തൽക്കാലം നമുക്ക് വയനാടിന്റെ വേറൊരു എക്സ്പെൻസും കൂടി കൂട്ടാം. വയനാട് സാലറി എക്സ്പെൻസ് വീണ്ടും ഒന്ന് കൂട്ടി. ഇനിയിപ്പോ റിപ്പോർട്ട് എടുക്കുമ്പോൾ വയനാട് എന്തായാലും നഷ്ടമായിരിക്കും. മൈനസ് ഇങ്ങനെ കാണിക്കും. അപ്പൊ ഓരോ സൈറ്റിന്റെയും ഇങ്ങനെ ലോസ് ആണെങ്കിൽ ചിലപ്പോൾ ഓവറോൾ കമ്പനി ചിലപ്പോൾ ലാഭത്തിലായിരിക്കും, പക്ഷെ അകത്തുള്ള ഏതെങ്കിലും ഒരു സൈറ്റ് നഷ്ടത്തിലായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള സൈറ്റുകളുടെ കാര്യം കൊണ്ടായിരിക്കും, പൈസ കൊണ്ടായിരിക്കും നമ്മൾ ജീവിച്ചു പോകും. അപ്പോൾ ഈ സൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി ലാഭത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് പറയുന്ന പോലെ ഇപ്പോ നമ്മളുടെ ഇപ്പൊ കുറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ. അപ്പോ ഇന്ത്യയിലുള്ള കുറെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനം ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്. അതായത് ഇപ്പൊ കേരളം, തമിഴ്നാട്, ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാവുക. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള കുറെ സ്റ്റേറ്റുകളിൽ അതിനനുസരിച്ച് വരുമാനം ശരിക്കും ഇല്ല. പക്ഷെ ഈ പറഞ്ഞ GST പോലുള്ള ടാക്സ് വന്നപ്പോൾ എല്ലാ സ്റ്റേറ്റും ഈക്വലി ആണ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത്. പിന്നെ അതിനനുസരിച്ച് പിന്നെ തിരിച്ച് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത് ആ ഒരു സ്റ്റേറ്റിന്റെ വിസ്തീർണവും ജനസംഖ്യക്കും അനുസരിച്ചാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലോട്ടാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഈ ഒരു സൗത്ത് ഇന്ത്യയിലുള്ള പാർട്ടിലുള്ള ആൾക്കാർ. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ചില സമയത്ത് ഇങ്ങനെ പറയും, അതായത് ഞങ്ങളുടെ ഇപ്പോ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരാൾ ഇപ്പൊ ഒരു 10 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 5 രൂപ സംതിങ് ആയിരിക്കും. പക്ഷെ അതേസമയം നോർത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു 10 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒരു 8 രൂപയോളം കിട്ടും. ആ രീതിയിലുള്ള റിട്ടേൺ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സൈറ്റ്. ഇപ്പോ ഒരു ബിസിനസ് ഒക്കെ ആകുമ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു സൈറ്റ് നഷ്ടത്തിലാണെങ്കിൽ ചിലപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പോകെ പോകെ ഈ നഷ്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ള സൈറ്റുകൾക്ക് ഇങ്ങനെ ഈ സൈറ്റിന്റെ നഷ്ടം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ കമ്പനി മൊത്തത്തിൽ താഴത്തേക്ക് പോകും. അപ്പൊ അങ്ങനെ ഉള്ള അവസ്ഥ വരാതിരിക്കാനായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കണക്കുകൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനായിട്ടാണ് ഈ പറഞ്ഞ കോസ്റ്റ് സെന്ററുകളും ജോബ് പോസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് ഓരോ സോഫ്റ്റ്വെയറിലും ഓരോ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ടാലിയിലാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ ഇത് ഇനി ഇതിലെല്ലാം സ്ക്രീൻഷോട്ട് ഉണ്ട്, റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്ന് അതിലുണ്ട്. ആ റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. സ്ക്രീൻഷോട്ട് അപ്പൊ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് ചെയ്ത് നോക്കി. കഴിഞ്ഞ ദിവസത്തെയും ചെയ്യണം കേട്ടോ. ആ നോക്കി. ഇന്ന് നാളെയൊക്കെ ആയിട്ട് ചെയ്ത് തരും.